തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോഴിക്കോട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറിയുടെ രാജിക്ക് കാരണമായ എരഞ്ഞിപ്പാലം ഡിവിഷൻ യോഗത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന് KPCC സെക്രട്ടറിയുടെ പേര് നിർദ്ദേശിക്കാൻ സ്വന്തം വാർഡിന് ആളില്ലേ എന്ന് പ്രവർത്തകർ ചോദിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. അഖില പറയ്, ജാസിനെ പറഞ്ഞോ? ജാസിനെ പറഞ്ഞോ, ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു. അത് പറയട്ടെ. കൂടുതൽ ഇവിടെ ഇപ്പോൾ നേരത്തെ നേതാക്കളോട് സംസാരിച്ച് ഇവിടെയൊക്കെ ഒരുപാട് വർഷങ്ങളായി ഇവിടെ കളിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ചേച്ചി സത്യമാണ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ പിടിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഒരു സാധാരണക്കാരൻ ഒരാൾ വരണമെന്നാണ്. കാരണം ജനങ്ങളെ പൾസറിയാം ബോൾ ഉണ്ടായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കി. ഒരു അഭിപ്രായം പാർട്ടികളുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തെരമ്പടം തത്സമയം ചേരുന്നു. ദീപക്, വിശദാംശങ്ങൾ. SKN വിചിത്രമായ പലതുമാണ് കോഴിക്കോട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ എരഞ്ഞിപ്പാലം ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി KPCC നിർദ്ദേശപ്രകാരമുള്ള യോഗമാണ്. ആ യോഗത്തിൽ KPCC സെക്രട്ടറിയായ PM നിയാസിനെ നിർദ്ദേശിക്കാൻ വേണ്ടി നിരീക്ഷകനാണ് ആവശ്യപ്പെടുന്നത്. അതായത് ആ വാർഡിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഡിവിഷനാണ്, ആ ഡിവിഷനിൽ നിന്നും ആദ്യം പേര് വരുന്നില്ല. പക്ഷേ പിന്നീട് പേര് പറയിപ്പിക്കുന്നു. ആ സമയത്ത് പിന്താങ്ങാൻ ആരുമില്ലേ എന്ന് ചോദിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN ഇന്നലെ DCC ജനറൽ സെക്രട്ടറി ബാബുരാജിൻ്റെ രാജി, ആ രാജിക്ക് കാരണമായത് ഈ വാർഡിലെ ഈ ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയമാണ്. അതായത് PM നിയാസ് മത്സരിക്കുകയാണെങ്കിൽ പിൻവാങ്ങാം എന്ന് ബാബുരാജിൻ്റെ പേര് അവിടെ നിന്ന് ഉണ്ടായിരുന്നു, ബാബുരാജ് അറിയിച്ചു. പക്ഷേ എന്നാൽ PM നിയാസ് ആ മണ്ഡലം സുരക്ഷിതമല്ല, ആ ഡിവിഷൻ സുരക്ഷിതമല്ല എന്നുള്ള നിലയിൽ പാറോപ്പിടിയിലേക്ക് മാറി. പക്ഷേ എന്നാൽ വിചിത്രമായൊരു തീരുമാനം, ആ ഡിവിഷനിൽ നിന്നും യോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെച്ച പേരുകളിലെ ആരെയും, അതിൽ ഈ ബാബുരാജിൻ്റെ പേരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷാജിർ അറാഫത്തിൻ്റെ പേരുണ്ടായിരുന്നു, അതുപോലെ ജോളി എന്ന് പറയുന്ന മറ്റൊരു, അതുപോലെ മണ്ഡലം സെക്രട്ടറി സത്യൻ്റെ പേരുണ്ടായിരുന്നു. ഇവരെ ആരെയും പരിഗണിക്കാതെ നൂലിൽ കെട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു, സലീം എന്ന സ്ഥാനാർത്ഥി വരുന്നു. അത്തരത്തിലുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഈ ബാബുരാജിൻ്റെ രാജിക്ക് പിന്നാലെ DCC അംഗം മോഹൻലാലും ശക്തമായി ഇതിനെതിരെ, നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഏതായാലും ഈ ഡിവിഷനിലെ തർക്കം യഥാർത്ഥത്തിൽ കോർപ്പറേഷനിലെ മൊത്തം സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് നീങ്ങുകയാണ്. KPCC അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ വാർഡിലെയും അതുപോലെ പൊതുവിൽ ഇതിനെതിരെ ശബ്ദിക്കുന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. SKN. താങ്ക് യു ദീപക് തെരമ്പടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.